നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക, കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ആരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: ഫരിസേയരുടെ. അത് 12-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം: ആരെ ഭയപ്പെടണമെന്നാണ് യേശു തൻ്റെ സ്നേഹിതർക്ക് മുന്നറിയിപ്പ് നൽകിയത്? ഉത്തരം: കൊന്നതിന് ശേഷം നരകത്തിലേക്ക് തള്ളിവിടാൻ അധികാരമുള്ളവനെ. അത് 12-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: ആർക്കെതിരെ ദൂഷണം പറയുന്നവനെതിരായി ക്ഷമിക്കപ്പെടുകയില്ലെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പരിശുദ്ധാത്മാവിനെതിരായി. അത് 12-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: യേശു ആരോടാണ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞത്? ഉത്തരം: ചെറിയ അജഗണത്തോട്. അത് 12-ാം അധ്യായം 32-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യാത്ത ഇടം എവിടെയാണ്? ഉത്തരം: സ്വർഗം. അത് 12-ാം അധ്യായം 33-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഈ വാക്യം 12-ാം അധ്യായം എത്രാം വാക്യത്തിലാണുള്ളത്? അത് 34-ാം വാക്യത്തിൽ. ഏഴാമത്തെ ചോദ്യം: മനുഷ്യപുത്രൻ്റെ വരവ് ഏതു മണിക്കൂറിൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം: പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ. അത് 12-ാം അധ്യായം 40-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: യജമാനൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. ആരെ? ഉത്തരം: ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്നവരെ. അത് 12-ാം അധ്യായം 43-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ആരിൽ നിന്നാണ് അധികം ആവശ്യപ്പെടുന്നത്? ഉത്തരം: അധികം ലഭിച്ചവനിൽ നിന്ന്. അത് 12-ാം അധ്യായം 48-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: ഏത് കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം: തെക്കൻ കാറ്റടിക്കുമ്പോൾ. അത് 12-ാം അധ്യായം 55-ാം വാക്യത്തിലാണ് ഉള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.